അപ്പോൾ ഗായ്സ്, ഞാൻ അൽഫർസാനിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പം നിങ്ങളെ ഒരു ഈവനിങ് ഡ്രൈവാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഓഫീസ് അൽഫർസാൻ. ഇതാണ് നമ്മുടെ പെഡൽ. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ആംബിയൻസാണ്. ഞാൻ അഗെയിൻ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഇവിടെ വിസിറ്റ് ചെയ്യണം. നല്ലൊരു പ്ലേസാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം മാർക്കറ്റിങ്ങോ പ്രൊമോഷനോ ഒന്നുമില്ല. നമുക്ക് അരി മേടിക്കാൻ സഹായിക്കുന്ന കമ്പനിയെ നമ്മൾ കുറച്ച് പ്രൊമോട്ട് ചെയ്യുന്നു. ഇതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? അപ്പം അഗെയിൻ ഗെറ്റിംഗ് ബാക്ക് ടു അവർ ഡ്രൈവ്. ഇരുന്നു ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അടിപൊളി. അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ വണ്ടി ഒന്ന് സെറ്റ് ചെയ്യാണ്. ലൈറ്റ്സ് ഓൺ. ഞാൻ കുറച്ച് നേരം വിൻഡോ ഒന്ന് ഓപ്പൺ ആക്കി ഇടുവേ. അപ്പോൾ ഒരിച്ചിരി സൗണ്ട് കാണും. ബെയർ വിത്ത് മീ. ഒരു വണ്ടി വരുന്നുണ്ട്. വണ്ടി പോയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, നമുക്ക് എടുത്താലോ. ഡൺ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ബ്യൂട്ടിഫുൾ ഈവനിങ് ഓഫ് അൽഫർസാൻ. ഈ കാണുന്നതാണ് അൽഫർസാൻ റിസോർട്ട്, കണ്ടില്ലേ? എന്നിട്ട് നമ്മളിതേ ഇവിടുന്ന് ഇങ്ങനെ, ഇതാണ് സ്പീറ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ ഒരു, മിഡിൽ ഈസ്റ്റ് യു എയിൽ തന്നെ ഏറ്റവും വലിയ ഒരു വെൽനസ് ക്ലബ്ബാണ്. ഹ്യൂമങ്കസ് ആണ് ഇത്. ഇക്വസ്ട്രിയൻ ആണ് നേരെ കാണുന്നത്, നമ്മുടെ കുതിര. അപ്പം കുതിര ഇൻഡോർ ഉണ്ട് നമുക്ക്, ഇക്വസ്ട്രിയൻ. ഔട്ട്ഡോർ ഉണ്ട്, ജമ്പിങ് ഹോഴ്സസ് ഉണ്ട്, കുറേ ഉണ്ട്. ആ വണ്ടിക്ക് നമ്മളൊന്ന് ബഹുമാന സൂചകം നിർത്തി കൊടുത്തതാണ്. കാരണം അവരല്ലെങ്കിൽ അവിടെ നിൽക്കും. നമ്മളിവിടുത്തെ അല്ലേ, അവരെ ബഹുമാനിക്കുക. ഈ കാണുന്നതൊക്കെ ഇപ്പം നമ്മുടെ ഈവനിങ് ആകുമ്പം അവർ നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ഫുഡ് വിൽക്കും. എന്താണ്, ഫുഡ് ട്രക്ക് ഉണ്ട് അവിടെ. അപ്പം ഫുഡ് ട്രക്ക് വഴി അടിപൊളി ഫുഡ് കൊടുക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് മാരിയറ്റ് ഹോട്ടൽ. ഇന്ന് ഞാൻ വണ്ടി എടുക്കാൻ പോകുന്നത് നമ്മുടെ വില്ല കമ്മ്യൂണിറ്റിയുടെ അടുത്തു നിന്നാണ്. അൽഫർസാൻ വില്ല ഉണ്ട്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഇവിടുന്ന് മുന്നോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് മാരിയറ്റ് ഹോട്ടൽ. ഇവിടാണ് നമ്മുടെ ഈ വില്ല കമ്മ്യൂണിറ്റി കേട്ടോ. കാണിച്ചു തരാം. ഇപ്പം നമ്മളുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതൊക്കെ അൽഫർസാൻ്റെ പാർട്ടായിട്ടുള്ള വില്ലാസാണ്. അതൊക്കെ നമുക്കൊരു 400 വില്ല ഉണ്ട്. ലക്ഷറി വില്ലാസാണ് ഇതെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഈ വില്ലാസ് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ കുറേ സ്റ്റാഫ് അക്കോമഡേഷൻസ് ഉണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ടൗൺ സ്ക്വയർ. കമ്മ്യൂണിറ്റിയുടെ അകത്തുള്ള ഒരു ഇതാണ്. ആ കാണുന്ന ആ പച്ച കളറിലെ സ്പിന്നീസ് കണ്ടില്ലേ, ആ സ്പിന്നീസൊക്കെ ടൗൺ സ്ക്വയർ. ഇവിടെ ശ്രദ്ധിച്ചാൽ നമ്മുടെ അൽഫർസാൻ ബാഡ്ജും ഉണ്ട്. ഒരു സൂപ്പർ നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് നമ്മുടെ വഴിയിലോട്ട്
കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഈവനിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ട്രാഫിക് നല്ല കിടു ട്രാഫിക് ആയിരിക്കും. നമുക്ക് എന്താണ് ഇദ്ദേഹം മാറാതെ അവിടുന്ന് വണ്ടി വരുന്നുണ്ട്. നല്ല സിഗ്നൽ പെട്ടെന്ന് അടയും. പിന്നെ നമുക്ക് ഒരുപാട് ട്രാഫിക്. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല തിരക്കാണ്. ഇനി ഒരു റൗണ്ട് അബൌട്ട് കഴിയുന്ന വരെ. പക്ഷെ ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തെ എത്തും വീട്ടിൽ. സെയിം നമ്മൾ രാവിലെ ഈ വഴിയെ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഹേർഡലായിട്ടുള്ള ട്രാഫിക്കിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ട്രാഫിക്കൊക്കെ എന്ത്, അബുദാബിയിൽ നിന്നൊക്കെ ഒന്നും ഒരു ട്രാഫിക് അല്ല. ഷാർജ ദുബൈയിലൊക്കെ ട്രാഫിക്കാണ് മക്കളെ, ട്രാഫിക്. അദ്ദേഹം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുന്നു. ഞാനതാ ഓർത്തത് എന്താണെന്ന്. ഓക്കെ, ഇവിടെയൊക്കെ നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ പുറകെ കൊണ്ടുപോയി നമ്മൾ എന്ന് പറഞ്ഞിട്ട് വെക്കും. അപ്പം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കേണ്ട മേഖലയാണ് ഇവിടെയൊക്കെ. ഇവിടെയൊക്കെ നല്ല ഇടികൾ നടക്കുന്ന മേഖലയും കൂടിയാണ്. ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. വളരെ ക്ലോസ് ആയിട്ടാണ് ഞാനിവിടെ നിന്ന് എടുത്തേക്കുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ട്രാക്ക് മാറ്റിയിരിക്കുകയാണ് ഗൈസ്. കാരണം എനിക്ക് എക്സ്ട്രീം ലെഫ്റ്റിലോട്ട് വരണം. ഇവരെന്താണ് മിന്നുന്നത്? ഓക്കെ, ഏകദേശം നമ്മൾ രക്ഷപ്പെട്ട രീതിയിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ ലൈനിൽ നിന്നും അടുത്ത ലൈനിലേക്ക് പോകണം. എങ്കിലും കുറച്ച് മൂവ്മെൻ്റ് ഉള്ള ലൈൻ അതെയാണ്. പക്ഷേ അതിലോട്ട് പോകണമെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറകിൽ നിന്നുള്ള വണ്ടീസ് ചിലതൊക്കെ ഉണ്ട് ഭയങ്കര സ്ലോ ആയിട്ട് പോകും, ചിലതൊക്കെ നല്ല സ്പീഡിൽ പോയി. ഈ ഡിഫൻഡർ വളരെ സ്ലോ ആയിരുന്നു, നമുക്കങ്ങനെ എടുത്ത് ചാടാൻ പറ്റുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എത്ര സ്പീഡിൽ പോയെന്ന് പറഞ്ഞാൽ ശരി ഈ ടൈമിൽ ഇത്രയും ട്രാഫിക് ഉണ്ട്. പിന്നെ ഈ നമ്മളിപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റോഡ്, ഇത് ഫ്രണ്ടിൽ നിന്നൊരു ഡൈവേർഷൻ ഉണ്ട്, ആ ലൈനിലോട്ട് പോകാനായിട്ടുള്ള ഡൈവേർഷൻ. അത് ഒരു കാര്യമാണ്. ഇദ്ദേഹം നേരത്തെ ഒന്ന് ഇച്ചിരി സ്പീഡിൽ പോയിരുന്നെങ്കിൽ. പോയി നമുക്ക് നമ്മളുടെ ഇത് കിട്ടി. വി ആർ ഓൺ ദ ഫാസ്റ്റ് ട്രാക്ക്. ഇനി നമുക്ക് കുഴപ്പമില്ല, ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ 100 ഇത് കഴിഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ 120 സ്പീഡാണ്. മനോഹരമായ ഒരു ഈവനിങ് ഡ്രൈവാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരല്പം അബുദാബിയുടെ ട്രാഫിക്കും നമുക്ക് കാണാം. ദുബൈയിലും ഷാർജയിലുള്ളൊക്കെ ആളുകൾ പറയും, ഇതാണോ ട്രാഫിക്? ട്രാഫിക് കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറയും. ഞങ്ങൾ അബുദാബിക്കാർക്ക് ഇതൊക്കെയാണ് ട്രാഫിക്. കഴിഞ്ഞു, ട്രാഫിക് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിനി
റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അക്വേറിയം, അബുദാബി അക്വേറിയമാണിത്. ഇത് നമ്മൾ മോർണിംഗിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. പക്ഷേ നമുക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇപ്പം ഒന്ന് കാണാം. നല്ല ഇതാണ് നമ്മുടെ അക്വേറിയം, കണ്ടോ? അതേപോലെ തന്നെ മനോഹരമായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്, നമ്മുടെ ഷെയ്ഖ് സായദ് മോസ്കിൻ്റെ. അതൊന്ന് കാണാം. കാണാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഒരു വണ്ടി ഇപ്പോൾ ഇത്രയും സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്കങ്ങനെ തട്ടാൻ പറ്റത്തില്ല. ഇനി അതിനപ്പുറമായിട്ട് കുറച്ച് നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാം. നല്ല ഒരു വ്യൂ ഉണ്ട്. ഇനി അടുത്തതായിട്ട് പുറകിലൊരു വണ്ടിയുണ്ട്. അദ്ദേഹം ഫ്ലാഷ് ഇട്ടു ഡീസൻ്റ് ആയിട്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് വഴി മാറി കൊടുക്കാം. ഡീസൻ്റ് ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കും അല്ലേ? അല്ലാതെ ഇൻഡീസൻ്റ് ആളുകളുടെ അടുക്കൊന്നും നമുക്ക് മാറേണ്ട കാര്യമില്ല. അതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പം നമ്മൾ ഫാസ്റ്റ് ട്രാക്കിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നമ്മൾ ഒരു മീഡിയം അല്ല സ്ലോ ട്രാക്കിൽ വന്നിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വെട്ടങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ഇവിടുത്തെ അൽ ജസീറ സ്റ്റേഡിയം അതിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് നമുക്ക് മറ്റേ ഷെയ്ഖ് സായദ് സ്പോർട്സ് സിറ്റി. ഇവിടെ വലിയ ഒരു ഫുട്ബോൾ പിച്ചുണ്ട്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ ആയിട്ട് വരും. അതിന് തൊട്ടടുത്താണ് ഞാൻ എപ്പോഴും രാവിലെ വരുമ്പോൾ പറയത്തില്ലേ കോടതി 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 എന്ന്. അതൊക്കെ അവിടെ നമ്മുടെ സുപ്രീം കോടതി. വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ലോയിൽ ആക്കേണ്ടി വരും. അപ്പുറത്തെ ലൈനിലൂടെ ചാടാം. ഈ കാണുന്ന ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് കോടതി കേട്ടോ. ഞാൻ എടുത്ത കൂട്ടൊന്നും എടുക്കരുത്, പക്ഷേ ഞാൻ എടുത്തു. അത്രയുള്ളൂ. അതേപോലെ ഞാൻ നിങ്ങൾക്ക് 1-2 ടവറൊക്കെ കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മൾ രാവിലെ വരുമ്പോൾ കാണത്തില്ലേ ഒരു എസ് മോഡൽ ടവർ? അതാണത്. അതാണ് മറ്റേ എഡ്നെക്കിൻ്റെ അവിടുത്തെ. ഞാനെപ്പോഴും പറയുമല്ലോ ലീൻ ടവറാണ്, വളഞ്ഞിരിക്കുന്നതാണ്, എസ് ആണ്. ദേ ഇത് കണ്ട, ഇതാണ് ആ ടവർ. അതാണ് എക്സിബിഷൻ സെൻറ്റർ, അബുദാബി നാഷണൽ എക്സിബിഷൻ സെൻറ്റർ, എഡ്നെക്. ഇതൊക്കെ എഡ്നെക്കിൻ്റെ ഉണ്ടല്ലോ വരുന്നതാണ് കേട്ടോ. ഇവിടെ ഇപ്പം മറ്റേ ആ പെട്രോളിയം എക്സിബിഷൻ വരുന്നത് കൊണ്ടുള്ള ഒരു തിരക്കും ഒരുക്കും ഒക്കെയാണ്. ഇതാണ് ഷെയ്ഖ് സായദ് ഹോസ്പിറ്റൽ, സായദ് ഹോസ്പിറ്റൽ. നല്ല മിലിറ്ററി ഹോസ്പിറ്റലാണ്, സായദ് മിലിറ്ററി ഹോസ്പിറ്റൽ. ഒട്ടുമിക്ക കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. റോഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യും.
ബ്രിഡ്ജ് വരും. നിങ്ങൾക്ക് കാണാൻ പൊടിയായിട്ടേ കാണുന്നുള്ളൂ. പക്ഷേ ഏകദേശം ഈ ബ്രിഡ്ജ് കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ട്രാക്ക് മാറിയിട്ട് റൈറ്റിലോട്ട് പോകാൻ നോക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ രാവിലെ വരുന്ന അതേ റോഡിൽ കയറത്തുള്ളൂ. ആക്സിലറേഷൻ. ഇത് കൊള്ളാലോ, ഞാൻ ആദ്യമായിട്ടാണ്. അതൊരു മഹേന്ദ്രയുടെ വണ്ടിയാണ് ഈ പോകുന്നത്, പിക്കപ്പ് ട്രക്ക്. സന്തോഷം. ഒരു ഇന്ത്യൻ വണ്ടി കണ്ടല്ലോ. അല്ല, ഇന്ത്യൻ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇവിടെ മറ്റേ അശോക് ലേലൻഡ് ഒക്കെ ഉണ്ട്. പിന്നെന്താ ഉള്ളത്? അശോക് ലേലൻഡ് ഉണ്ട്, മഹീന്ദ്ര ഉണ്ട്, ടാറ്റയുടെ പിന്നെ റേഞ്ച് റോവർ. ഇപ്പൊ നമ്മള് ഡിഫൻഡർ ഉണ്ടല്ലേ, ടാറ്റയുടേതാണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പേരുള്ള വണ്ടികളില്ലേ, മഹീന്ദ്ര, അതൊക്കെയാണ് ഒരു ഇത്. കുറച്ചും കൂടെ എവിടെയെങ്കിലും വരണം. നല്ല ഏതെങ്കിലും ഏജൻസി കാണാൻ ഒരു പൊക്കിയാൽ മതിയായിരുന്നു. ഡീലർഷിപ്പ് കിട്ടിയാൽ മതിയായിരുന്നു. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ കിടക്കുന്ന പാവം പിടിച്ച ആൾ. അതായത് ഈ കാണുന്ന ബൈക്ക് പോകുന്ന ആളുകൾ. നമ്മുടെ മഹേന്ദ്ര നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ആള് ഭയങ്കര മോശമാണ്. അദ്ദേഹം ഇവിടെ മുട്ടിൽ വന്നിട്ടാണ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റിൽ പോകണമെന്ന് കാണിക്കുന്നത്. അറിയില്ല, ക്ഷമിച്ചേക്കുന്ന മഹേന്ദ്രയല്ലേ. കൂടെ റൈറ്റിലോട്ട് പോകാം. കാരണം നമുക്ക് ആ സിഗ്നലിന്റെ അവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുക്കണ്ടേ. അപ്പൊ അങ്ങനെ നമ്മുടെ വീര എന്റെ ഫ്രണ്ടിൽ കയറിയിട്ട് വീണ്ടും എന്റെ ഫ്രണ്ടിലോട്ട് പോകും. ഇവിടുന്ന് ഇങ്ങോട്ട് 80ന്റെ സ്പീഡാണ്. ശ്രദ്ധിക്കണം. സിഗ്നലിലെത്തി. ചെറിയൊരു സിഗ്നലാണ് ഇത്, അധികം ടൈം എടുക്കാറില്ല. ഇപ്പോൾ ഓപ്പൺ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് റോഡിലോട്ട് പോകുമ്പോൾ പ്രൈവറ്റ് ആണ് കഴിഞ്ഞ് ഓപ്പണായി. രക്ഷപ്പെട്ടല്ലേ, നാണം കിട്ടുമായിരുന്നു. അപ്പോൾ സിഗ്നൽ ഓപ്പണായി. നമ്മളിപ്പം നേരെ വെച്ച് പിടിക്കുകയാണ്. എങ്ങോട്ട്? ഇവിടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അടുത്ത സിഗ്നൽ. ഇയാൾ എന്തിനാ വീണ്ടും നമ്മള് ഇതൊക്കെയാണല്ലോ. ഇനി അവനങ്ങാണ് നമ്മുടെ ഫ്രണ്ട് ഇവരോട് വേണ്ടല്ലേ. റോഡ് റേഞ്ച് വേണ്ട, നമുക്ക് റോഡ് റേഞ്ച് വേണ്ട. എങ്കിലും ആളുകൾ ലാസ്റ്റ് മൊമെന്റ് വന്നിട്ട് ഇങ്ങനത്തെയൊക്കെ കാണിക്കുമ്പോൾ ദേഷ്യം വന്നും പോകും അല്ലേ. ഇല്ലായിരിക്കും, എല്ലാവർക്കും അങ്ങനെ വരില്ലായിരിക്കും. അദ്ദേഹം എന്താ തെറ്റാ കാണിച്ചത്? അദ്ദേഹം നമ്മുടെ കൂടെ വന്നിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മര്യാദയ്ക്ക് കാണിക്കുന്നില്ല. ഞാൻ ആവശ്യമില്ലാതെ കോംപ്ലക്സ് എടുക്കുന്നതാണ് ഗൈസ്. അപ്പം നമ്മൾ ഇവിടുന്ന് മഹേന്ദ്ര നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ, മഹേന്ദ്ര ബാഹുബലി. ഇവിടെ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ സിഗ്നൽ ഓപ്പൺ ആയി, നമുക്ക് പോകാം. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റാണ് അടിക്കുന്നത്. ഇവിടുന്ന് കത്തിച്ച് വിട്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു പണിയായിരിക്കും. നമ്മൾ രാവിലെ വരുന്ന അതേ റോഡാണ്. എൻ്റെ ദൈവമേ, ഇതുപോലെ കുറേ വിവരദോഷികൾ റോഡിൻ്റെ നടുക്ക്. എത്ര ഡേഞ്ചറാണെന്നറിയോ അത്, മറ്റേ ഓടിക്കുന്ന ആളുകൾക്കും അവർക്കും. അത് എത്ര കൂളായിട്ടാണ് നടക്കുന്നത്, കണ്ടില്ലേ നിങ്ങൾ? ശ്രദ്ധിച്ചില്ലേ? അതാണ്, സോറി മൈൻഡ് മൈ ലാംഗ്വേജ്, ബട്ട് അഗൈൻ ദേ ആർ ദ റിയൽ ഇല്ലിറ്ററേറ്റ്. ഇല്ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പല്ല, അതാണ് ബോധം. കുറച്ചൊക്കെ ബോധം വേണം, നിയമം പാലിക്കണം. നമുക്ക് കുറച്ച് അസൗകര്യമൊക്കെ തോന്നും, പക്ഷെ ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ലോജിക്ക് കാണുമല്ലോ. ചുമ്മാതെ വെക്കത്തില്ലല്ലോ, എന്തെങ്കിലും ഒരു ലോജിക്ക് കാണുമല്ലോ, എന്തെങ്കിലും ഒരു ലോജിക്ക് കാണുമല്ലോ. ഓ, ചുമ്മാ സമയം വരെ കിടത്താൻ എല്ലാവരുടെയും. അപ്പം ഗൈസ്, ഇങ്ങനെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും വരും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ. ഇവിടെ നിന്ന് നേരെ പോകണ്ടേ. ഇതാണ് മുഷ്രിഫ് പാർക്കിന്റെ സിഗ്നൽ കേട്ടോ. ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അതുപോലെ വിവരമില്ലാത്ത ആളുകളൊക്കെ ഇവിടെ നിന്ന് വരാം. നമ്മളെങ്കിലും വിവരം വെച്ച് പതുക്കെ പോകണം. ഓക്കെ, ഇതേ ഉണ്ടോ? കെയർഫുൾ. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ? ഇന്നലെയാണ് വന്നപ്പോൾ ഈ സിഗ്നലിൽ ഒരു ബസ്, ഇതുപോലൊരു ബസ് അങ്ങ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക. ഞാനപ്പോൾ ചമ്മി. സിഗ്നലിൽ അപ്പം വണ്ടി ഒന്ന് സിഗ്നൽ റെഡാ, അപ്പോൾ അതൊന്ന് ഗ്രീൻ ആവാൻ വെയിറ്റ് ചെയ്യുക. സിഗ്നൽ ഗ്രീനായി, നമ്മൾ നേരെ പോവാം. ആണ് നേരെ പോകുന്നത്. ഇവിടെ നിന്ന് അല്പം പേഷ്യൻസ് കാണിക്കേണ്ട ഒരു ഏരിയ ആണത്. കാരണം അവിടെ ചില ആളുകൾ കുത്തിക്കയറ്റാൻ നോക്കും. അപ്പം നമ്മൾ ഇപ്പോൾ സിഗ്നലിൽ നിന്ന് പോകും, എനിക്ക് ബ്രേക്ക് ഇടാൻ പറ്റില്ല, കുറേ വണ്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ ഇവിടെ ഒരു മഹാൻ ഈ റോഡിലോട്ട് റിവേഴ്സ് എടുക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് മഹാത്മാക്കൾ ഉള്ള ഒരു റോഡാണ് റോഡ്. ഇവിടെ നിന്നാണ് നമുക്ക് റൈറ്റ് പോകേണ്ടത്. നമ്മുടെ കറക്റ്റ് എന്നും രാവിലെ വണ്ടി പാർക്ക് ചെയ്യത്തില്ലേ, അവിടെ എത്തും. എനിക്കിതുവരെ മനസ്സിലാകാത്ത ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡിൽ നിന്ന് നമ്മൾ കയറുമ്പം അവിടെ തന്നെ എന്തിനാ ഈ പെഡസ്ട്രിയൻ ക്രോസിങ് വെക്കുന്നത്? അത് ഡേഞ്ചർ അല്ലേ? പക്ഷേ എല്ലായിടവും മിക്കയിടത്തും ഇങ്ങനെയാണ് വെക്കുന്നത്. എനിക്കറിയില്ല എന്താന്ന്. കാരണം ഇപ്പം റോഡിൽ നിന്ന് ശരിയാണ്, നമ്മൾ മര്യാദയ്ക്ക് വരണമെന്ന് തന്നെയാണ്. പക്ഷെ ഒരു മര്യാദ ഇല്ലാതെ ആരെങ്കിലും വന്ന് ആ സമയത്ത് ആരെങ്കിലും അവിടെ ക്രോസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇടിക്കത്തില്ലേ? ഇവിടെ കണ്ടോ മരം വെട്ടുന്നത്? മരം വെട്ടിയെടുത്ത് പീസാക്കി ചണ്ടൻ തുണ്ടമാക്കി അകത്തിടുന്നു. നമുക്ക് കുറച്ച് മാറിപ്പോകും, അല്ലെങ്കിൽ തണ്ടൻ തുണ്ടായിട്ട് അങ്ങനെ നമ്മുടെ മണ്ടയ്ക്ക് വീണ് കഴിഞ്ഞാൽ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ
കൊണ്ടുവാ കൊമ്പെട്. അയ്യോ അവിടെ ഒരു ഹമ്പുണ്ടായിരുന്നു, ഇപ്പം എൻ്റെ കൊമ്പൊടിഞ്ഞത്. ധനം 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 ആകാശകൂടാരക്കീഴിൽ നിലാവിൻ്റെ പാൽക്കിണ്ണം നീട്ടുന്നതാര്? തീരാ തിരക്കയിൽ കാണാത്ത സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാര്? കാതൂരം പാടാൻ വാ, പാടാൻ വാ, ലാ 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 ലാ. സോറി ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഇങ്ങനെയൊക്കെ പാടി ഞാൻ ഉപദ്രവിക്കും. അപ്പം നമ്മൾ നമ്മുടെ പാർക്കിങ്ങിൽ, നമുക്ക് ഇവിടാണ് പാർക്കിംഗ് ചെയ്യേണ്ടത്. അപ്പം ഇന്നത്തെ എൻ്റെ ഡ്രൈവ് ഇതോടുകൂടി തീരുകയാണ്. നമുക്ക് നാളെ ഒരു സൂപ്പർ ഡ്രൈവുമായി കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ അല്ലേ, അതിനുശേഷം അടിപൊളിയായിട്ട് സൈൻ ഓഫ് ചെയ്യാം. അപ്പോൾ ഗൈസ്, we are just parking. Ting ting ting. Bye bye.